ആദ്യം ഞാൻ ആർഷോയിലേക്ക് പോന്നു. പി എം ആർഷോ, ഇപ്പോൾ കോൺഗ്രസിന് പട്ടികയായിട്ടുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താസമ്മേളനം വിളിച്ച തീയതി കുറിച്ച അന്ന് തന്നെ CPM മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു എന്നുള്ളതൊരു മേൽക്കൈയായി കരുതിയിരുന്നു. പക്ഷേ LDF എന്നാകെ നോക്കുമ്പോൾ അതല്ല ചിത്രം. നിങ്ങൾക്ക് ഇനിയും സ്ഥാനാർത്ഥികളാകാത്ത മണ്ഡലങ്ങളുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് ആകട്ടെ അവരുടെ 92 പേരുടെ പട്ടിക കുറച്ച് കോലാഹലമൊക്കെ ഉണ്ടായാലും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്താണ് നിങ്ങളുടെ ചിത്രം, നിങ്ങളുടെ ആത്മവിശ്വാസം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ നേരിടുന്നത് തെരഞ്ഞെടുപ്പാണ് ഈ വരുന്ന 9-ാം തീയതി നടക്കാൻ വേണ്ടി പോകുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ആത്മവിശ്വാസത്തിൻ്റെ കാരണം കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിനകത്ത് നടന്ന സമാനതകളില്ലാത്ത വികസന പ്രവർത്തനമാണ്. ഈ നാടിനകത്തെ ജനങ്ങളെ സ്പർശിച്ചുകൊണ്ട് കടന്നുപോയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇവയാകെ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയും ഇവയാകെ തന്നെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട ഘട്ടത്തിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ വിവിധ പാർട്ടികൾ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. അങ്ങനെ പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇവിടെ മറ്റ് പല ആളുകളും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷന് മുൻപുള്ള ആഴ്ചകളിൽ ആവർത്തിച്ച് മാധ്യമങ്ങളോടും പൊതുസമൂഹത്തോടും പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൻ്റെ 24 മണിക്കൂറിനകത്ത് ഞങ്ങളുടെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും രംഗത്തിറക്കും എന്ന പ്രഖ്യാപനമൊന്നും ഞങ്ങൾ എവിടെയും നടത്തിയിരുന്നില്ല. CPIഎമ്മിൻ്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ തന്നെ ചില മണ്ഡലങ്ങളിൽ ഇടത് സ്വതന്ത്രരായിരിക്കും മത്സരിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചും ആ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ വിവരങ്ങളെ സംബന്ധിച്ച് വരും ദിവസങ്ങളിലായിരിക്കും പ്രഖ്യാപനം ഉണ്ടാവുക എന്നതും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വളരെ കൃത്യതയോടുകൂടെ തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ്. ആ നിലയിൽ തന്നെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന പാർട്ടി സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനത്തിന് ശേഷം പിന്നീടുള്ള ദിവസങ്ങളിൽ പല ഘട്ടത്തിലായി നമ്മൾ കണ്ടു. പാലക്കാട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം ഉണ്ടായത് കണ്ടു. ഈ പറഞ്ഞ പോലെ കൊണ്ടോട്ടി അടക്കമുള്ള വിവിധ മണ്ഡലങ്ങളിൽ, തിരൂരടക്കമുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ അടുത്ത ഘട്ടം എന്നുള്ള നിലയ്ക്ക് പ്രഖ്യാപിക്കുന്നത് കണ്ടു. ഇനി അവശേഷിക്കുന്ന സ്ഥാനാർത്ഥികളും ഈ മണിക്കൂറുകളിൽ തന്നെ രംഗത്ത് വരുന്ന പ്രഖ്യാപിക്കപ്പെടുന്ന നിലയുണ്ടാകും. പ്രഖ്യാപിക്കപ്പെടുന്ന ഘട്ടത്തിൽ തന്നെ ശക്തമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്ന നിലയുണ്ടാകും. ജനങ്ങളോട് കഴിഞ്ഞ 10 വർഷക്കാലം പറയുമ്പോൾ ആർഷോ, ഇപ്പോൾ പാലക്കാട് NMR റസാഖ് അദ്ദേഹം ഒരു വ്യവസായിയാണ്. അപ്പോൾ ബിസിനസ്സുകാരനെ സ്ഥാനാർത്ഥിയാക്കിയത് BJPയുമായിട്ടുള്ള ഡീലാണ് എന്ന് പ്രതിപക്ഷ നേതാവ് ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അവിടെ BJPയെ സഹായിക്കുന്നു, പകരം BJP 10 സഹായിക്കുമെന്നുള്ള ഒരു ആരോപണമാണ് ഉന്നയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ 3-ാം സ്ഥാനമാണ് CPM ഉണ്ടായിട്ടുള്ളത് എങ്കിൽ കൂടി ആ പാലക്കാട് എന്ന മണ്ഡലം, ആ മണ്ഡലവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ MLAയുമായി ബന്ധപ്പെട്ട് എത്രത്തോളം വലിയ സമരങ്ങൾ നിങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വാശി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിലില്ല എന്നുള്ളതാണ് PM ആർഷോ. കേരളത്തിലെ വിവിധ നിയോജക മണ്ഡലങ്ങളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനു മുൻപും പല ഘട്ടത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ കേരളത്തിലെ പല സീറ്റുകളിലും പല സന്ദർഭത്തിലും അത് ബാലികേറ നിലയാണ് ഇടതുപക്ഷത്തിന് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന ഘട്ടത്തിൽ പൊതുസ്വതന്ത്രരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുകയും അങ്ങനെ അവതരിപ്പിച്ച് അത്തരം മണ്ഡലങ്ങൾ വിജയിക്കുകയും ചെയ്തതിൻ്റെ എത്രയോ ചരിത്രം നമ്മുടെ മുൻപിലുണ്ട്. ആ ചരിത്രത്തെയൊക്കെ സാക്ഷി നിർത്തിക്കൊണ്ട് തന്നെയാണ് പാലക്കാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്ന വിലയിരുത്തലാണോ ആർഷോ ഉള്ളത്? നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തെ എത്രത്തോളം ശക്തിയുക്തം അത് ഉയർത്തിയിരുന്നു, അതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള സത്യമാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിടെ മത്സരിക്കാൻ കുറച്ചുകൂടി പാർട്ടിയുടെ സ്ഥാനാർത്ഥി വന്ന് ആ ഒരു പോര് നിങ്ങൾ കാണിക്കേണ്ടതായിരുന്നു. അത് അവിടെ കണ്ടില്ല എന്ന് പറയുന്നത് BJPയെ സഹായിക്കാനാണ്. അപ്പുറത്ത് BJPയുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് അറിയാമല്ലോ. അപ്പോൾ അത് ഒരു പരസ്പരം കൊടുക്കൽ വാങ്ങലാണ് എന്ന ആരോപണത്തിന് കൃത്യമായ മറുപടിയുണ്ടോ? സ്മൃതി, പ്രതിപക്ഷ നേതാവ് വേവലാതിപ്പെടുന്ന പാലക്കാട് നിയോജക മണ്ഡലത്തിലെ രാഷ്ട്രീയ സ്ഥിതി അത് കോൺഗ്രസിന് അനുകൂലമല്ലാത്ത നിലയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചിട്ടുള്ളതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കല്ല. ഒന്നാമത്തെ കാര്യം,
ഇതിനു മുൻപ് അവർ കെട്ടിയിറക്കിയ MLA, അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, ആ ഇടപെടലുകളെ പൊതുസമൂഹം, പ്രത്യേകിച്ച് പാലക്കാട് നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർ ഏത് നിലയിലായിരിക്കും കണ്ടുപോയിട്ടുണ്ടാകുക എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ബോധ്യത്തിൽ നിന്നാണ് ആ നിലക്കുള്ള എന്താ പറയുക അവിടെ കോൺഗ്രസിനെതിരായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ട് എന്ന തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടാകാൻ ഇടയായിട്ടുണ്ടാവുക. അതേ മണ്ഡലത്തിൽ തന്നെ കോൺഗ്രസ് അവതരിപ്പിച്ചിട്ടുള്ള സ്ഥാനാർത്ഥി ഈ പറഞ്ഞ പോലെ എന്താ പറയുക KPCCയുടെയോ DCCയുടെയോ ഭാരവാഹിയായിട്ടുള്ള ഒരാളല്ല. അദ്ദേഹം ഒരു ചലച്ചിത്ര താരം, ഒരു ടെലിവിഷൻ അവതാരകൻ താരം എന്നുള്ള നിലയിലേക്കൊക്കെ മലയാളികൾക്ക് പരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അല്ലാതെ ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തകനായിട്ടുള്ള ഒരാളെയല്ല കോൺഗ്രസും ആ മണ്ഡലത്തിനകത്ത് അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് ഓർക്കണം. ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള സ്ഥാനാർത്ഥി പാലക്കാട് നിയോജക മണ്ഡലം സ്വദേശിയാണ്, പാലക്കാട് മണ്ഡലത്തിനകത്തെ വോട്ടറാണ്. ആ മണ്ഡലത്തിനകത്തെ മുഴുവൻ ആളുകൾക്കും ഏറെ സുപരിചിതനായിട്ടുള്ള പാലക്കാടിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഐഡന്റിറ്റി എന്ന നിലയിൽ വിശേഷിപ്പിക്കപ്പെടുന്ന NMR ഈ പറഞ്ഞ പോലെ ബിരിയാണി സെന്ററിൻ്റെ ഓണർ കൂടിയായിട്ടുള്ള റസാഖ്, അദ്ദേഹം പാലക്കാട്ടെ മുഴുവൻ ആളുകൾക്കും സുപരിചിതനായിട്ടുള്ള വ്യക്തിയാണ്. ഏറ്റവും കരുത്തോടെ തന്നെ പാലക്കാട് നിയോജക മണ്ഡലം നാളുകൾക്കിപ്പുറം, വർഷങ്ങൾക്കിപ്പുറം തിരിച്ചു പിടിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കഴിയും എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടെ തന്നെയാണ് ഞങ്ങൾ ആ സ്ഥാനാർത്ഥി അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി ഇന്നേ ദിവസം ഇന്നത്തെ വിവിധങ്ങളായിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ വീക്ഷിക്കുന്ന സ്മൃതി അടക്കമുള്ള ആളുകൾ ഗൗരവത്തോടു കൂടി കണ്ടിട്ടുള്ള ഒരു പ്രസ് മീറ്റ് ഇന്ന് തിരുവനന്തപുരത്ത് നടന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട LOPയുടെ പ്രതികരണത്തോട് ചേർത്ത് വായിക്കേണ്ടുന്ന ഒന്നാണ്. കോൺഗ്രസിന്റെ തലസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ, യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള നുസൂർ, അദ്ദേഹം ഇന്ന് പ്രസ് മീറ്റ് നടത്തി കേരളത്തോട് വിളിച്ചു പറഞ്ഞത് എന്താ? അത് തിരുവനന്തപുരം ജില്ലക്കകത്ത് പ്രത്യേകിച്ച് കോൺഗ്രസും BJPയും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ഡീലിനെ സംബന്ധിച്ച്, അതിൻ്റെ വിശദാംശങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ നാളുകളിലാകെ ഞങ്ങൾ ആവർത്തിച്ചുയർത്തിയ ഗൗരവപ്പെട്ട ഒരു വിമർശനം ഉണ്ടായിരുന്നു. അത് ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ താലോലിക്കുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ ബഹുമാന്യനായിട്ടുള്ള LOP ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകളെ സംബന്ധിച്ചാണ്. ഞങ്ങളുടെ ആ വിമർശനം ശരിവെക്കുന്ന നിലയിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട തലസ്ഥാന നഗരിയിലെ കോൺഗ്രസിൻ്റെ ഒരു യുവ നേതാവ് ഇന്ന് മാധ്യമങ്ങളിലൂടെ നടത്തിയിട്ടുള്ള പ്രതികരണം, അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ് മീറ്റ് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതല്ലേ. അപ്പോൾ ആ നിലയിൽ BJPയുമായി, സംഘപരിവാറുമായി കേരളത്തിൽ ആരാണ് ഡീൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച്, ആരാണ് നീക്കുപോക്കുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ വെളിവാക്കപ്പെട്ട ഘട്ടത്തിൽ അതിൻ്റെ ജാള്യത മറയ്ക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ അദ്ദേഹത്തിന് ആവർത്തിച്ച് ഉയർത്തുമെന്നുള്ളതിനകത്ത് ഒരു തർക്കവുമില്ല. ഇപ്പോൾ കുറച്ചു മുമ്പ് ഉണ്ടായിരുന്ന ഇൻട്രോയിൽ ആദ്യഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു ബൈറ്റ് കാണുന്നത് തന്നെ നുണയുടെ കുമിളകളും പൊട്ടിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ചാണ്. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് കേരള പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ വന്നു നിന്ന് നുണയുടെ കുമിളകൾ പൊട്ടിക്കുമെന്നൊക്കെ പറയുമ്പോൾ കേരളത്തിലെ പൊതുജനം എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ കേട്ട് ചിരിക്കുന്നുണ്ടാകുക എന്നുള്ളതിനെ സംബന്ധിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി എന്നുള്ളത് മാത്രമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണത്തോടുള്ള മറുപടി. Debate with Smriti Parathikar.